നമസ്കാരം. എൻ്റെ പേര് പറഞ്ഞാണ്. ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 months റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ലിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നെക്സ്റ്റ് 6 months വരാൻ പോണത്, അതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കാൻ പോണേ. ഏറ്റവും വലിയ ചേഞ്ചസ് എന്താണ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇത് കരിയർ ആൻഡ് ലവ് റിലേഷൻ രണ്ടും കവർ ചെയ്യും. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. ആൻഡ് ഈ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഏതും വീഡിയോസ് മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ ലിയോ, ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ. ഇത് ഹീലിംഗിന്റെ എനർജിയാണ്, ഇത് ഫ്ലോയിൽ പോണ എനർജിയാണ്, ബാലൻസ്ഡ് എനർജിയാണ്. അപ്പൊ നെക്സ്റ്റ് 6 months നിങ്ങളുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ബാലൻസിലായിരിക്കും. ഇതിന്റെ മുമ്പേ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു വെച്ചാൽ അതൊക്കെ റെക്ടിഫൈ ആവും, അതൊക്കെ ഒരു ശരിയാവും. കാര്യങ്ങൾ എന്തെങ്കിലും ഇംബാലൻസസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഇത് നിങ്ങളുടെ എനർജി കൂടിയാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ, നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു ബാലൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഹെൽത്തിലായിരിക്കാം, ഇല്ലാച്ചാ പേഴ്സണൽ ലൈഫിലായിരിക്കാം, ബിഹേവിയറിലായിരിക്കാം, ആറ്റിറ്റ്യൂഡിലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു ബാലൻസ് ആണ് പറയണത്. നിങ്ങളുടെ ഇന്റേണൽ എനർജിയിൽ ഒരു ബാലൻസ് ഉണ്ട്, നിങ്ങളുടെ എക്സ്റ്റേണൽ എനർജിയിലും ഒരു ബാലൻസ് ആണ് ഞാൻ കാണുന്നത്. ഇത് സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ ടെമ്പറൻസ് നിങ്ങളുടെ മറ്റേ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫിനാൻസസിലും ഒരു ബാലൻസ് വരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ മേ ബി കുറെ കൂടുതൽ ഓവർ സ്പെൻഡിങ് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ മുമ്പേ വെച്ചാൽ ഈ നെക്സ്റ്റ് 6 months കുറച്ചുകൂടി സ്റ്റേബിൾ ആവും. ഹെൽത്തിലും ഇത് ഹീലിംഗിന്റെ എനർജിയാണ്. അപ്പോൾ സെക്കൻഡ് കാർഡ് ഇവിടെ ഡെവിൽ ആണ്, കാപ്രിക്കോൺ എനർജി. അപ്പോൾ ഡെവിൽ ഒരു ടോക്സിക് എനർജിയാണ്, ഒരു അൺഹെൽതി എനർജിയാണ് ആക്ച്വലി. ഡെവിൽ നിങ്ങൾ ഒരു ടോക്സിക് സിറ്റുവേഷനിലാണ് വെച്ചാൽ ഈ എനർജി നിങ്ങളെ കുറച്ചുകൂടിയും നിങ്ങൾക്ക് ഈ എനർജീനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ഇത് എപ്പോഴും ഉണ്ടാവും. അത് എന്തോ ശരിയല്ല, എന്തോ കുറെ ടോക്സിക് ആണ്. നിങ്ങളിപ്പോൾ ഈ എനർജിയിൽ നിങ്ങൾ ഓൾറെഡി ഇൻവോൾവ് ആണ് വെച്ചാൽ ഇതിന് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡെവിൽ എനർജി എന്തായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ? ടോക്സിക് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങളുടെ ഹാബിറ്റ്സ് ആയിരിക്കാം. ചിലവർ കുറെ സ്മോക്കി ഉണ്ടാച്ചാൽ അത് കുറച്ച് ഒരു കൂടുതൽ മേ ബി നിങ്ങൾ സ്മോക്കിംഗ് തുടങ്ങിയിട്ടുണ്ടാച്ചാൽ, റീസെൻ്റ്ലി കുറെ കൂടുതൽ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ടാച്ചാൽ മേ ബി സഡൻലി നിങ്ങൾ അത് കുറെ ഒരു കോൺഷ്യസ് ആവും. അത് മേ ബി ഇത് ഹെൽത്തിന് വേണ്ടിയിട്ട് ശരിയല്ലാന്ന്. അതല്ലാച്ചാൽ കൂടുതൽ ഡ്രിങ്കിങ്, ഇല്ലാച്ചാൽ ഡ്രഗ്സ്, എന്തെങ്കിലും എക്സസിലായാച്ചാൽ അത് ആ ഡെവിൽ കാർഡ് അപ്പോൾ ലൈഫിൽ കാണും നമ്മൾ. അതല്ലാണ്ട് നിങ്ങൾ ഒരു അൺഹെൽതി റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ് വെച്ചാൽ അപ്പോഴും ഈ ഡെവിലിന്റെ കാർഡ് വരും. അപ്പൊ എന്തെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഡെവിൽ കാണാം. പിന്നെ ഡെവിലിന്റെ കാർഡ് അപ്പോഴാണ് കാണുക, ആ എനർജി അപ്പോഴാണ് സിഗ്നിഫിക്കൻ്റ്ലി നിങ്ങളുടെ റീഡിങ്സിൽ അപ്പിയർ ആവുക. അപ്പോൾ ഹെർമിറ്റ് ആണ് ലാസ്റ്റ് കാർഡ്. അപ്പോൾ എന്തോ ഈ ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്ത് വരാൻ, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു റിയലൈസേഷൻ വരാൻ തുടങ്ങും അത് നിങ്ങൾ ഒരു ടോക്സിക് സിറ്റുവേഷനിലാണെന്ന്. ഇപ്പോൾ ആ സിറ്റുവേഷന് പുറത്ത് എങ്ങനെയാ വരണ്ടെന്ന് അതിൻ്റെ എനർജിയാണ് ഹെർമിറ്റ്. എന്ന് വെച്ചാൽ ഹെർമിറ്റ് ഒരു വൈസ് പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നല്ലത്, എന്താണ് നല്ലതല്ലാത്തത്. അപ്പോൾ അതിൻ്റെ റെക്ടിഫിക്കേഷൻ ആണ് ഹെർമിറ്റ് എനർജി. അപ്പോൾ നെക്സ്റ്റ് 6 months ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് മാതിരി ഒരു എനർജിയാണ്. കുറെ കാര്യങ്ങൾ റെഡ് ഫ്ലാഗ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, അതൊക്കെ പ്രോമിനൻസിൽ വരും. അപ്പോൾ ആ സിറ്റുവേഷൻസിന് എങ്ങനെ നിങ്ങൾ ഹീൽ ചെയ്യാൻ പറ്റണേ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റണേ ചില ആൾക്കാരുടെ അടുത്തുനിന്ന്, അതൊക്കെയാണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക നെക്സ്റ്റ് 6 months. ഇപ്പോൾ വർക്കിലാണ് വെച്ചാൽ ഈ ഡെവിൽ ഒരു വെരി ടോക്സിക് വർക്ക് കൾച്ചർ ആയിരിക്കാം. നിങ്ങളുടെ ബോസ് മേ ബി നിങ്ങൾക്ക് കുറെ വർക്ക് ലോഡ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുറെ
പ്രഷറായി ഫീൽ ചെയ്യുന്നുണ്ടാവും, ഇല്ല നിങ്ങളുടെ ബോസിന്റെ പെരുമാറ്റം മേ ബി അത് ശരിയാവില്ല, കുറെ ഒരു ടോക്സിക് വർക്ക് കൾച്ചർ ആയിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻസും ഡെവിൽ നമ്മൾക്ക് വർക്കിൽ കാണാം. ആൻഡ് ഹെർമിറ്റ് ഒരു ബ്രേക്ക് എടുക്കുന്ന എനർജിയാണ്. മേ ബി നിങ്ങൾ വർക്ക് സിറ്റുവേഷൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു വെക്കേഷൻ ആയിരിക്കും പോവുണ്ടാവുക, ഇല്ല ഒരു ജോബ് വിടാനായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എനിവേ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഈ ടെമ്പറൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ? ടെമ്പറൻസ് എനർജി 8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ അഗൈൻ നിങ്ങൾ ഇതിന്റെ മുമ്പേ കുറെ കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് വർക്കിലായിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇഗ്നോർ ആയി. നിങ്ങളുടെ റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്സ്, സോഷ്യൽ ലൈഫ്, അതിലൊന്നും നിങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. ആൻഡ് അത് എവിടെയോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 6 months നിങ്ങൾ ഒരു ബാലൻസ് ആണ് കൊണ്ടുവരാൻ നോക്കണേ. നിങ്ങളുടെ വർക്ക് ലൈഫും സോഷ്യൽ ലൈഫിനെ ബാലൻസ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അതാണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. ജസ്റ്റിസ് ലീബ്ര അഗൈൻ ഇത് ബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ, ആ കാര്യം ഇപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഇത് വർക്കിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഇതെങ്ങനെയാ റെസൊനേറ്റ് ആവണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുക. അപ്പോൾ ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. കിങ് ഓഫ് കപ്സ് സ്കോർപ്പിയോ എനർജി. നിങ്ങൾ മേ ബി ഒരു സ്കോർപ്പിയോടെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു അൺഫെയർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ എഫേർട്ട് കൂടുതൽ ഒരു ഏരിയ ഓഫ് ലൈഫിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, മറ്റേ ഏരിയ ഓഫ് ലൈഫിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു, ഇല്ല അത്ര എഫേർട്ട് ഇട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണ്ടാന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുണ്ട്. അപ്പോൾ ഈക്വൽ എഫേർട്ടാണ് നിങ്ങൾ രണ്ട് സ്ഥലത്തും ഇടാൻ പോണേ, വർക്കിലും സോഷ്യൽ ലൈഫിലും. അപ്പൊ ഈ ഡെവിൽ എന്താണ് ഇവിടെ കാണുന്നത്? 6 ഓഫ് കപ്സ്. നിങ്ങളുടെ പാസ്റ്റിന് ഒരു പേഴ്സൺ തിരിച്ചു വരാനുള്ള എനർജി ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇപ്പൊ ഈ ഡെവിൽ എന്താ വെച്ചാൽ മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവും. അതല്ല വെച്ചാൽ മേ ബി പേഴ്സണിന്റെ ഇന്റൻഷൻസ് ശരിയല്ല, അതുകൊണ്ടും ഡെവിൽ ചിലപ്പോൾ ഇവിടെ കാണാം. വെർഗോ എനർജി ഇവിടെ ഉണ്ട്, ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. ഈ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആരാണ്? പേജ് ഓഫ് സോർഡ്സ്. അപ്പൊ ഈ പേഴ്സൺ വരണ പേഴ്സൺ കുറെ ഒരു അഡിക്റ്റീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവര് നിങ്ങളെ കുറിച്ച് കുറെ റീസേർച്ച് ചെയ്തിട്ടാണ് വരണേ. കുറെ ഒബ്സെസീവ്ലി നിങ്ങൾ സോഷ്യൽ മീഡിയനൊക്കെ സ്റ്റോക്ക് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ഞാൻ കാണുന്നത്. ഇത് ഒരു വർക്ക് പേഴ്സൺ ആയിരിക്കാം, മേ ബി വർക്കിന്റെ കണക്ഷനിലുള്ള പേഴ്സൺ ആയിരിക്കാം. ഓറൽസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആരെങ്കിലും പാസ്റ്റിന്റെ ഫ്രണ്ടോ ഇല്ല ഒരു എക്സ് ആയിരിക്കാം. 2 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ ഷുവർ ആവില്ല, നിങ്ങൾ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചിലപ്പോ ഒരു ക്രോസ് റോഡ്സിൽ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ ഷുവർ അല്ല ഇതൊരു നല്ല ഡിസിഷൻ ആണോ, ഈ പേഴ്സന്റെ കൂടെ ആദ്യം കോണ്ടാക്ട് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാ പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് അറിയാം അതൊരു അൺഹെൽതി സിറ്റുവേഷൻ ആയിരിക്കും എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കൺഫ്യൂഷൻ എനർജിയിൽ. അപ്പൊ ഈ ഹെർമിറ്റ് എന്താണ് ഇവിടെ? ഫ്യൂച്ചറിൽ സൺ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ഈ സിറ്റുവേഷന് പുറത്തു വരാനുള്ള നിങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ക്ലാരിറ്റി ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. സൺ ലിയോ എനർജി അത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. നിങ്ങൾ കുറെ ക്ലിയർ ആയിട്ട് ആണ് ആരോ കട്ട് ഓഫ് ചെയ്യണത്. എന്നുവെച്ചാൽ ഇവിടെ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ് ഞാൻ കാണുന്നത്. അതല്ലച്ചാൽ മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പേഴ്സൺ ഇവിടെ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഇത് ഫ്രണ്ട് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറും ആയിരിക്കാം. ഈ പേഴ്സൺ കുറെ പ്രാക്ടിക്കൽ അഡ്വൈസ് ആണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് ഈ സിറ്റുവേഷന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മാതിരി ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഈ പേഴ്സൺ നിങ്ങളെ എവിടെയോ ഗൈഡ് ചെയ്യുന്നുണ്ട്. 6 ഓഫ് സോർഡ്സ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോ ഒരു കാമ വാട്ടേഴ്സിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. എന്തെങ്കിലും ഒരു ഇൻസ്റ്റേബിൾ ലൈഫ്, ഇൻസ്റ്റേബിൾ എനർജി ഉണ്ടായിരുന്നു വെച്ചാലും അതിനെ വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ടാണ് പോണേ. ആൻഡ് ഫ്യൂച്ചറിൽ കുറെ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ആണ് ഞാൻ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അതിൽ കുറെ സ്റ്റേബിലിറ്റി വരാൻ പോകുന്നുണ്ട്, കുറെ ഒരു ബാലൻസ് വരാൻ പോകുന്നുണ്ട്. ഇതൊരു ജോബ് സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങളൊരു ജോബ് വിടാനുള്ള പ്ലാൻ ഉണ്ട് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു വേറെ ജോബ് കിട്ടും. മേ ബി അത് വേറൊരു സ്ഥലത്തായിരിക്കാം, മേ ബി കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ചിലവർക്ക് ഇതൊരു അബ്രോഡ്
പുറമേ ഒരു ജോബ് ഓഫർ ആയിരിക്കാം. എന്തായാലും ഇത് ഒരു കുറെ ഹാപ്പി സെലിബ്രേഷൻ ഉള്ള സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾ ഫ്യൂച്ചറിൽ കുറെ ഹാപ്പി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്കം എന്താണ്? 6 months ഡിസംബർ ആവുമ്പോഴേക്കും എന്തായിരിക്കും ഔട്ട്കം ലിയോയ്ക്ക് വേണ്ടിയിട്ട്? ഡെത്ത്, വലിയ ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ചിലവർ മേ ബി എന്തോ വിട്ടിട്ടാണ് മുമ്പോട്ട് പോണേ, പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു വിഷ് ഫുൾഫിൽമെന്റിലേക്കാണ് പോണേ. അപ്പോൾ ഇതൊരു പോസിറ്റീവ് എനർജിയാണ്. ഈ ചേഞ്ച് വരാൻ പോണ ചേഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ചേഞ്ച് ആണ്, ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് കൊണ്ടുവരണേ. 2 of Wands ഇവിടെ ഈ ഞാൻ പറഞ്ഞ മാതിരി ഈ 6 months നിങ്ങൾക്ക് ഒരു ചോയ്സ് എടുക്കേണ്ടി വരും. ആ ചോയ്സ് സൂക്ഷിച്ചെടുക്കുക എന്ന് വെച്ചാൽ അതിന്റെ ബേസിസിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവാൻ പോണേ. ഈ ചോയ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ചോയ്സ് ആണ്. ആ ക്രോസ് റോഡ്സിലേക്ക് നിങ്ങൾ വരും. ആ ചോയ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർലി പ്ലാൻ ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ഇത് ബാധിക്കുക അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക. ഒരു ന്യൂ ബിഗിനിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്. അഗൈൻ അത് ഫിനാൻഷ്യൽ ബിഗിനിങ് ആവാം, ഇതൊരു അപ്പോളജിയും ആവാം. ഞാൻ പറഞ്ഞ മാതിരി ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഔട്ട്കം ഇവിടെ മേജർ ആർക്കാന കാർഡിൽ ഔട്ട്കം നിങ്ങൾക്ക് ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഈ 6 months വെരി സിഗ്നിഫിക്കൻ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ, നിങ്ങളുടെ പാസ്റ്റിന്റെ കുറെ കാര്യങ്ങൾ അത് വിട്ടിട്ട് ഒരു പുതിയ പെർസ്പെക്റ്റീവ് കൊണ്ടാണ് മുമ്പോട്ട് പോണേ. അപ്പോൾ ഈ നെക്സ്റ്റ് 6 months കുറെ ഒരു റിലീസിങ് ടൈമാണ്. നിങ്ങൾ കുറെ കാര്യങ്ങൾ റിലീസ് ചെയ്യണു, ലെറ്റ് ഗോ ചെയ്യണു, സാക്രിഫൈസ് ചെയ്യണു. കുറെ സാക്രിഫൈസ് എന്ന് വെച്ചൊരു ചീത്ത വേർഡ് അല്ല, അതൊരു സാക്രിഫൈസ്. നിങ്ങൾ എന്തോ പാസ്റ്റിന്റെ കാര്യം ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു ബ്രൈറ്റർ ഫ്യൂച്ചറിലേക്കാണ് പോണേ. അപ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയിലാണ് ഞാൻ പറയണത് സാക്രിഫൈസ് എന്ന് എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾ പാസ്റ്റിനെ പിടിച്ചിരുന്ന അത് നിങ്ങളെ എവിടെയും കൊണ്ടുപോയില്ല. അപ്പോൾ അതിനെ വിട്ടിട്ട് മുമ്പോട്ട് പോവാനാണ് നിങ്ങൾ നോക്കണത്. ടവർ. അപ്പോൾ അഗൈൻ ഇതൊരു വലിയ ചേഞ്ചിന്റെ എനർജിയാണ്. ഇത് നല്ല ചേഞ്ചസ് ആണ്. ഇത് വീൽ ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. അപ്പോൾ ഔട്ട്കം കുറെ പോസിറ്റീവ് ആണ്, കുറെ ഹീലിംഗ് എനർജി ഉണ്ട്, കുറെ സ്പിരിച്വൽ എനർജി കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ലിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ച് മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ എല്ലാം പേയ്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുതന്നെ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.